നമസ്കാരം, ബ്രില്യന്റ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. ബ്രില്യന്റിന്റെ NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടി PTM HSS കൊടിയത്തൂരിലെ നശ്വ M. മലയാള സിനിമയിലെ പ്രശസ്ത നടനും കവിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൊല്ലം തുളസി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ. വിദ്യാർത്ഥികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മോട്ടിവേഷൻ സ്പീക്കർ നന്ദുലാല. നീറ്റ്, JEE, കീം പരീക്ഷകൾ അടുക്കുന്നതോടെ വിവിധ പ്രോഗ്രാമുകൾ ബ്രില്യന്റിൽ സജീവമാകുന്നു. ജൂനിയർ ഫാക്കൽറ്റി, ക്ലാസ് ടീച്ചർ കം വാർഡൻ പോസ്റ്റുകളിലേക്ക് ജോലി സാധ്യതകൾ തുറന്ന് ബ്രില്യന്റ്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിലുടനീളം ബ്രില്യന്റ് നടത്തിയ സൗജന്യ ഓഫ്ലൈൻ പരീക്ഷയിൽ PTM HSS കൊടിയത്തൂരിലെ നശ്വ M സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നവംബർ 10 പരീക്ഷയിൽ അണിനിരന്നത്. റിപ്പോർട്ട് കാണാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി നവംബർ 10 ബ്രില്യന്റിന്റെ എല്ലാ സെന്ററുകളിലും സൗജന്യ ഓഫ്ലൈൻ പരീക്ഷകൾ നടത്തിയിരുന്നു. 1000ഓളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയുടെ ഭാഗമായത്. കോഴിക്കോട് ജില്ലയിലെ PTM HSS കൊടിയത്തൂരിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നശ്വ M ആണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. NMMS പരീക്ഷാ തീയതി ഡിസംബർ 9 മാറ്റിയ സാഹചര്യത്തിൽ ഇനിയുള്ള എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ക്ലാസുകളും ഉച്ചയ്ക്ക് ശേഷം പരീക്ഷകളും ബ്രില്യന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി സ്കൂളുകളിൽ നേരിട്ടെത്തി താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ക്ലാസുകളും ബ്രില്യന്റ് ടീം നൽകുന്നുണ്ട്. ഇതുകൂടാതെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള USS സ്കോളർഷിപ്പിനും സൗജന്യ ക്ലാസുകളും പരീക്ഷകളും ബ്രില്യന്റ് ആരംഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ അതുല്യ നടൻ കൊല്ലം തുളസി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന അശ്വതി ചന്ദ്രൻ എന്ന തന്റെ കൊച്ചുമകളെ കാണാൻ വന്നതാണ് അദ്ദേഹം. ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 200-ലധികം സിനിമകളിലെയും സീരിയലുകളിലെയും സ്വഭാവ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും ശ്രദ്ധേയനായ നടനാണ് കൊല്ലം തുളസി. മലയാളികൾക്കൊരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ വിസ്മയം തീർത്ത ഈ അതുല്യ പ്രതിഭ കവിത, രാഷ്ട്രീയം എന്നീ മേഖലകളിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തനി മലയാളിത്തമുള്ള വേഷങ്ങളിലൂടെ ചിരി പടർത്തിയ നടനായതുകൊണ്ട് തന്നെ മലയാളികൾക്കിന്നും അദ്ദേഹത്തോടൊരു ബഹുമാനവുമുണ്ട്. 1979 പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ വാർത്തയിൽ കൊല്ലം തുളസിയെ നമ്മൾ പരാമർശിക്കുന്നത് പിന്നിലെ ഏറ്റവും വലിയ ചേതോവികാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ബ്രില്യന്റിലെ ഒരു കൊച്ചു മിടുക്കിയാണ് എന്നുള്ളതാണ്. ഒരു നടൻ എന്നതിലുപരി സ്വന്തം കൊച്ചുമകളുടെ പഠന മികവിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ ഫാമിലി മാൻ കൂടിയാണ് അദ്ദേഹം. കൊച്ചുമകൾ ബ്രില്യന്റിൽ ഒരുപാട് സന്തുഷ്ടയാണ് എന്നതും പഠനത്തിൽ മുന്നേറുന്നു എന്നതും അദ്ദേഹത്തിന് നൽകിയ സന്തോഷം ഏറെ വലുതാണ്. ബ്രില്യന്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു. ഇവൾക്ക് ഡോക്ടർ ആകണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അവൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ട്യൂഷൻ പോലും ഇല്ലാതെ എല്ലാത്തിനും A+ പഠിച്ച് കൂട്ടി. അങ്ങനെ ഇവിടെ ബ്രില്യന്റ് സ്കൂളിനെ കുറിച്ച് കേട്ടപ്പോൾ, ബ്രില്യന്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ലോകം മൊത്തം അറിയാവുന്നൊരു വലിയ സ്ഥാപനമാണല്ലോ. എല്ലാവരും ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും ഒക്കെ അതുപോലുള്ള വല്ല വിദ്യാഭ്യാസ മേഖലയിൽ ജ്വലിച്ചിരിക്കുന്ന ഒരു താരമാണല്ലോ. ഒരു സൂര്യൻ എന്ന് വേണമെങ്കിൽ പറയാം ബ്രില്യന്റ് ഈ രംഗത്ത്. തീർച്ചയായിട്ടും പറയാം, അങ്ങനെ അഭിമാനത്തോടുകൂടി എനിക്കും പറയാൻ കഴിയും. അങ്ങനെ എൻ്റെ മോൾ ഇവിടെ കൊച്ചു സ്ഥാപനയ്ക്ക് ഇവിടെ പഠനത്തിന് വന്നു ചേർത്തു. ആദ്യമൊക്കെ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു, പുള്ളിക്കാരത്തേക്കൊക്കെ വലിയ ടെൻഷനായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി. അവളിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ നല്ല എല്ലാത്തിനും A+ മേടിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരുന്നുണ്ട്. സ്വാഭാവിക കൊച്ചുകുട്ടികളല്ലേ, മാറുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നല്ല ബ്രില്യൻറ്റിലെ അല്ലെങ്കിൽ നല്ല ബ്രില്യൻ്റ് സ്റ്റുഡൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണം അല്ലേ മോളെ? ഒരുപാട് അനുഭവങ്ങളും വിശാലമായ കാഴ്ചപ്പാടുമുള്ള ഒരു മഹാനടനാണ് കൊല്ലം തുളസി. ഇദ്ദേഹം പങ്കുവെച്ച ഈ വാക്കുകൾ തന്നെയാണ് ബ്രില്യന്റിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇപ്പോഴും പങ്കുവെക്കാനുള്ളത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും കുട്ടികളെ രസിപ്പിക്കുന്നതിനും മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിനുമായി പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ നന്ദുലാല നയിക്കുന്ന ക്ലാസുകൾ വിദ്യാർത്ഥികളുടെ മനം കവരുകയാണ്. നിരന്തരമായ ക്ലാസുകളുടെയും പരീക്ഷകളുടെയും വിരസത മാറുന്നതിനായി ബ്രില്യന്റ് ഒരു ഗംഭീര മോട്ടിവേഷൻ സെഷനാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. നന്ദുലാല എന്ന പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറാണ് ഒരു ദിവസം 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മോട്ടിവേഷണൽ സെഷനിലൂടെ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് ആവേശം പകരുന്നത്. നമ്മൾ ഓരോരുത്തരും ജസ്റ്റ് ആ ക്ലാസ് കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ക്ലാസ്. ഞാനിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ വരേണ്ട കറേജ് തന്നത് സാറാണ്.
അതിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നന്ദേട്ടൻ പറഞ്ഞ് ആ ഒരു 5 മിനിറ്റില് രാവിലത്തെ ആ സെഷനും പിന്നെ ഇപ്പോഴത്തെ സെഷനിൽ ആ ഒരു 10 മിനിറ്റ് സാർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പണ്ട് വെച്ച ഗോള് തന്നെ ഞാൻ ഇപ്രാവശ്യം നേരിട്ട് അടങ്ങുള്ളൂ. 2025 നീറ്റ് JEE കീം പരീക്ഷകൾ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായി ക്രാഷ് കോഴ്സ് ഉൾപ്പെടെ വിവിധ പ്രോഗ്രാമുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പ്രോഗ്രാമുകളുടെയും ഭാഗമാകുന്നത് മുൻ വർഷത്തിലേതിന് സമാനമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. വിശദാംശങ്ങളിലേക്ക്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നീറ്റ് JEE കീം പരീക്ഷകൾക്കായി തയ്യാറെടുക്കാനും ഉയർന്ന വിജയം കരസ്ഥമാക്കാനുമായി ബ്രില്യൻ്റ് ആരംഭിച്ച പ്രോഗ്രാമാണ് ക്രാഷ് കോഴ്സ്. ഈ പ്രോഗ്രാമിന്റെ ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളിലേക്കുള്ള ക്ലാസുകൾ നവംബർ 1 ആരംഭിച്ചു. ഫേസ് 1 അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ് 2 ബാച്ചുകൾ ജനുവരിയിലും ഫേസ് 3 ബാച്ചുകൾ +2 ബോർഡ് എക്സാമിന് ശേഷവും ആരംഭിക്കും. 2025 നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ നേടുന്നതിനായി ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ് ഫോർ നീറ്റിന്റെ അടുത്ത ബാച്ച് നവംബർ 17 ആരംഭിക്കും. കഴിഞ്ഞ പരീക്ഷകളെല്ലാം വിദ്യാർത്ഥികൾ ഇതിനോടകം ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. JEE മെയിൻ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള BTS JEE പരീക്ഷ നവംബർ 24 നടക്കും. 2025 +1 പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യം 1 വർഷത്തെ സിസ്റ്റമാറ്റിക്കായ പരിശീലനത്തിലൂടെ നീറ്റ് JEE കീം ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ബ്രില്യൻറ്റിന്റെ ഏറ്റവും ഡിമാൻഡുള്ള പ്രോഗ്രാമാണ് ലോങ് ടേം 1 ഇയർ പ്രോഗ്രാം. ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2024 ഡിസംബർ 18 ഫേസ് 1 ക്ലാസുകളും ആരംഭിക്കും. IIT എയിംസ് 2 ഇയർ +2 പ്രോഗ്രാമിലേക്കും ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുമുള്ള അടുത്ത സ്ക്രീനിംഗ് ടെസ്റ്റ് ഡിസംബർ 1 നടക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. ഇന്ത്യയിലെ നമ്പർ 1 എൻട്രൻസ് സ്ഥാപനമായ ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിൽ ജൂനിയർ ഫാക്കൽറ്റി, ക്ലാസ് ടീച്ചർ കം വാർഡൻ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ അവസരം തുറന്നിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. എൻട്രൻസ് രംഗത്ത് കഴിഞ്ഞ 40 വർഷമായി ഒന്നാമനായി നിലകൊള്ളുന്ന പാലാ ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിൽ ജൂനിയർ ഫാക്കൽറ്റി, ക്ലാസ് ടീച്ചർ കം വാർഡൻ എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുകയാണ്. ജൂനിയർ ഫാക്കൽറ്റിയായി അധ്യാപന മേഖലയിൽ ഒരു ഉയർന്ന കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ 14 സ്ക്രീനിംഗ് ടെസ്റ്റ് നടക്കും. പിന്നീട് റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഡെമോ ക്ലാസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക. ക്ലാസ് ടീച്ചർ കം വാർഡനായി ജോലി ആഗ്രഹിക്കുന്നവർക്ക് സയൻസ് വിഷയങ്ങളിൽ PGയോ BTech അല്ലെങ്കിൽ MTech ഡിഗ്രികളോ ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഈ ആഴ്ചയിലെ ബ്രില്യൻ്റ് വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി.